ഹായ് ഹലോ നമസ്കാരം. ഇന്നിപ്പോൾ ഈവനിങ് നമ്മളൊരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ലാലേട്ടൻ്റെ തുടരും മൂവി കാണാനാണ്. അപ്പോൾ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് അതൊക്കെ കൊടുത്ത് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. നല്ല മൂവിയാണെന്ന് പൊതുവേ ഒരു അഭിപ്രായമൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടത് രേഖാചിത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി, ജോലി ജസ്റ്റിനൊക്കെ റെഡി ആയിട്ടാണ് നിൽപ്പുണ്ട്. രണ്ടുപേരും പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അവർ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലാണെങ്കിലും കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്, കണ്ടോളും. അങ്ങനെ ഞങ്ങൾ മാളിലെത്തി. രണ്ടുപേരും ഓടി കളിച്ച് നടക്കുകയാണ്. സ്നാക്സൊക്കെ വേണമെന്ന് പറഞ്ഞ് പോപ്കോണും ലേസോ അതാണ്ടൊക്കെ മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചോളാം എന്നൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ തന്നു. പിന്നെ അവരവരുടേതായ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഇങ്ങനെ അവിടെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ട് ജേസ്ലിൻ ഓടി കളിക്കുകയാണ്. രണ്ടുപേരും പുറത്തിറങ്ങി ഭയങ്കര സന്തോഷത്തിൽ ഓടിച്ചാടി കളിക്കുകയാണ്. അവർ എന്നിട്ട് പോവാൻ ടൈം പോകണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ കണ്ണ് ഇങ്ങോട്ടേക്കല്ലേ പോവുള്ളൂ. ഞാനിതൊക്കെ കണ്ടിങ്ങനെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ നടക്കുമായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. മൂവി നല്ല മൂവിയാട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഞാൻ വിചാരിച്ചു ജസ്ലിൻ മൊത്തം ഇരുന്ന് കാണാൻ സമ്മതിക്കുകയല്ലെന്നാണ് കരുതിയത്. കാരണം അവൾ കയറിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര സ്ക്രീൻ സൗണ്ടും എല്ലാം കേട്ടപ്പോഴത്തേക്കും അവൾ ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ സമാധാനമായിട്ട് ഇരുന്നു. മൂവി ഫുള്ള് നമുക്ക് കാണാനൊക്കെ പറ്റി കേട്ടോ. ഞാൻ പണ്ട് കാലത്തെ ശോഭന മോഹൻലാൽ ആ ഒരു കോമ്പ് പ്രതീക്ഷിച്ച് പോയതുകൊണ്ട് എനിക്ക് അതല്ല, ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു കഥ പറയുന്ന മൂവിയാണ്. ആ പണ്ടത്തെ സിനിമ പോലെ അല്ല കേട്ടോ. ഞാൻ അതൊക്കെ ഒരു മനസ്സിൽ കണ്ടുപോയത് കൊണ്ട് അങ്ങനെ തോന്നി. രണ്ടുപേരും കൂടി ഇത് പോപ്കോണൊക്കെ കഴിക്കുക. എന്നിട്ട് അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഉറങ്ങാനൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഉറങ്ങണില്ല. അവിടെ കളിയാണ്, വീണ്ടും കളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മൂവി നല്ല മൂവിയാണ്, എല്ലാവർക്കും പോയി കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോൾ കുറച്ച് പിള്ളേരിങ്ങനെ കരയുകയും പേടിക്കുകയൊക്കെ ചെയ്യും. കാരണം ജസ്ലിൻ കരയൊക്കെ ചെയ്തായിരുന്നു. ജോലും കുറച്ച് കഴിയുമ്പോൾ വേണ്ട പോവാന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയായിരുന്നു. കാരണം ഇരുട്ടും പിന്നെ നമ്മുടെ ഉരുൾ പൊട്ടുന്ന സീനൊക്കെ ഉണ്ട്, അതൊക്കെ വരുമ്പോൾ ഭയങ്കര ശബ്ദമൊക്കെ അല്ലേ. അങ്ങനെയൊക്കെ വന്നപ്പോൾ നല്ല പടമായിരുന്നു. ലാലേട്ടൻ അഭിനയിക്കാൻ നമുക്ക് തോന്നുമല്ല, ജീവിച്ച് കാണിക്കുന്ന പോലെ നമുക്ക് തോന്നും. അയ്യോ സമ്മതിച്ചു കേട്ടോ, എന്ത് നല്ല അഭിനയം, എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല, അത്രയും നല്ല രസം. പിന്നെ ഞാൻ കുറച്ച് കാര്യമൊക്കെ ചെയ്തു, എനിക്ക് അതിന് സങ്കടമൊക്കെ വന്നു മൂവി കണ്ട്. അപ്പം അങ്ങനെ മനസ്സിന് സങ്കടമൊക്കെ തോന്നും. ഒത്തിരി ചിരിക്കാനൊന്നുമില്ല, നമുക്ക് സങ്കടമൊക്കെ തോന്നുന്ന ഒരു മൂവിയാണ്. പക്ഷെ നല്ല പടം, എല്ലാവർക്കും അപ്പോൾ ധൈര്യമായിട്ട് പോയി കാണാം. അപ്പം